ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഒരു ഈസ്റ്റർ കൂടി വന്നെത്തിയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. ഒരു കുഞ്ഞൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് അതിഥിയുടെ കണ്ണൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അവരെ ഇപ്പോൾ ഉറക്കി കിടത്തിയിട്ട് അവരെ അമ്മ പോയേക്കാണ്. ഇത് നമ്മുടെ ആദിയാണ്, നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുവാവ. അവനിവിടെ വന്നിട്ടുണ്ട്. അപ്പം പൂച്ചയെ കണ്ടിട്ട് അവന് എന്തായാലും ഭാഗ്യം അതിനെ കയറി ഒന്നും ചെയ്തില്ല. അപ്പം ആൾക്ക് ഭയങ്കര സന്തോഷം വീഡിയോ പിടിക്കുന്ന കണ്ടപ്പോൾ. അവൻ അധികം കാര്യമൊന്നും പറയത്തില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയത്തേ ഉള്ളൂ. അത്രയും പ്രായമായിട്ടേ ഉള്ളൂ. അപ്പം അവൻ പാത്തമ്മോനാണ് വീഡിയോ പിടിക്കുന്നത്. അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം, അത് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പം ഒരുവിധം ജോലികളൊക്കെ ഒതുങ്ങി. ഇനി കുറച്ച് ജോലികൾ മാത്രമേ ഉള്ളൂ. എന്തോ പൂച്ച പൂച്ച എന്ന് പറഞ്ഞേ പൂച്ച 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 എന്ന് പറഞ്ഞാ അല്ല പൂച്ച എന്ന് പറ. അപ്പോൾ എൻ്റെ തുണിമടക്കൽ ചടങ്ങ് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഒരുപാട് തുണി ഉണ്ടായിരുന്നു കഴുകാനും മടക്കാനും ഒക്കെ കേട്ടോ. വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരുപാടുണ്ടായിരുന്നു കഴുകാനൊക്കെ ആയിട്ട്. അതെല്ലാം കഴുകി മടക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ആദിയുടെ ബഹളവും ഒച്ചപ്പാടും ഒക്കെയാണ്. അപ്പോൾ അവനെയും കൊണ്ടൊരു രസമല്ലേ. അപ്പോൾ അവനുണ്ടായതിൻ്റെ സമയം പോലെ അറിയത്തില്ല. മൂക്കോ മൂക്കെന്തേ വായോ ചെവി ചെവി മുടി ചിരിച്ചേ പല്ല് കാണിച്ചേ പല്ലെന്ന് കാണിച്ചേ ഇങ്ങോട്ട് കാണിച്ചേ പല്ലെന്ന് കാണിച്ചേ. അങ്ങനെ അവനെ കളിപ്പീരുമൊക്കെ ആയിട്ട് കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ നിന്നു. രസമായിരുന്നു കേട്ടോ. പിള്ളേർ നല്ല രസമല്ലേ അവരുടെ കാര്യം പറച്ചിലൊക്കെ കേൾക്കാനായിട്ട്, കുഞ്ഞു പിള്ളേരാകുമ്പം. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞു അടുക്കളയിൽ കയറി. അടുക്കളയിൽ അങ്ങനെ കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ലായിരുന്നു. എങ്കിലും അടുക്കളയിൽ കയറിയെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പഴുത്തമാങ്ങ കിട്ടിയായിരുന്നു. ഏറെ പഴുത്തമാങ്ങ, കൂടുതൽ ഏറെ എന്ന് പറഞ്ഞാൽ തോനെയും പഴുത്തമാങ്ങ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ കരുതിയപ്പോൾ അതൊരു ജാമ് പോണൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാന്നുണ്ടെങ്കിൽ ബ്രെഡിനകത്തൊക്കെ കഴിക്കാമല്ലോ, തേച്ച് കഴിക്കാമല്ലോ. എപ്പോഴും നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജാമിനേക്കാളും നല്ലത് നമുക്ക് ഇങ്ങനെ കൂടുതൽ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മായം ചേരാത്ത ജാമ് നമുക്ക് കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ മറ്റ് കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് തോനെ ഉണ്ടാക്കേണ്ട, കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കിയിട്ട് അത് വെളിയിൽ വെക്കേണ്ട, ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം കേടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനകത്ത് അധികം ഫ്ലേവറിന് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഏലക്കായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഞാനിവിടെ ഏലക്കായോ ഒന്നും ചേർത്തിട്ടില്ല, പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നന്നായിട്ട് കുറുകി വരും. ഇതേ പോണക്ക് അതിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കിനും നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ചില്ല് ബോട്ടിലിനകത്തോട്ടാക്കാം. ഇത് പാർത്ഥം വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന കേട്ടോ, പറയുന്നുണ്ടായിരുന്നു സൂപ്പറാണെന്ന്. പിന്നെ ഇച്ചിരി പായസം വെച്ച് കൊടുക്കണം അയാൾക്ക്. അപ്പോൾ പാലട മിക്സ് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. അപ്പം ഇത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ലല്ലോ ഈ പാലട. അത് മിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പണി കുറവാണ്. അപ്പോൾ പാൽ വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ പാൽ പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്തേക്ക് മിക്സ് ഇട്ടാൽ മതിയല്ലോ. ഇട്ടിട്ട് നമുക്ക് തിളച്ചത് ഇളക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് വെന്തോളുമല്ലോ. അപ്പം ഞാനങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാമല്ലോ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമുക്കത് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് വേറെ ജോലിയും കൂടെ ഉണ്ടായിരുന്നു. പാർത്തമ്മൻ എന്നെ ഒന്ന് പായസം വെക്കാനൊക്കെ സഹായിച്ചു കേട്ടോ. ഇത് ഈ പാക്കറ്റിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന പാക്കറ്റ് ഇതിൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് നിറച്ച് കാണുമായിരിക്കുന്നു, ചുമ്മാതാ. ഒരു കഷ്ടിച്ച് ഒരു 2-3 പേർക്ക് കുടിക്കാനുള്ളതേ ഉള്ളൂ ഒരു പാക്കറ്റിനകത്ത്. പാലട ആയാലും ബ്രഹ്മസേലി ആയാലും വെന്ത് കഴിയുമ്പം. അപ്പോൾ ഇത് കണ്ട മിക്സാണ്, ഫുള്ള് പഞ്ചസാരയൊക്കെ ആയതുകൊണ്ട് മിക്സാണ്. നമുക്കിപ്പം പ്രത്യേകിച്ച് ഒന്നും അത് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇതിനകത്തിലുണ്ടായിരുന്നു മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ അങ്ങനെ ചേർത്തതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പായസം അവിടെ ഇരുന്നുകൊണ്ട് സെറ്റായിട്ടുണ്ട്. പായസം സെറ്റായി. അപ്പോഴത്തേക്കും നമ്മുടെ ജാമ് തണുത്താറി കേട്ടോ. അപ്പോൾ ഒരു ടിന്നിനകത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബോട്ടിൽ, ഒരു ഉടയുന്ന ഒരു ബോട്ടിലിനകത്താക്കിയിട്ടുണ്ട് ഞാൻ. അപ്പം ഇത് ഇപ്പം തന്നെ തീരും. ഇതിപ്പോൾ തന്നെ തീരാനുള്ളതേ ഉള്ളൂ. ഇതിവിടെ വെച്ചേക്കാനൊന്നും പറ്റത്തൊന്നുമില്ല.
ഇപ്പം തന്നെ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് അത് തീർക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ വൈകിട്ടത്തേക്ക് ഞാൻ തീയൽ വെക്കാമെന്ന് കരുതി. ഉണക്കക്കൊഞ്ചും മാങ്ങായും കൂടെ ഇട്ടിട്ട് തീയൽ വെക്കാമെന്ന് കരുതി. അപ്പം ഉണക്കക്കൊഞ്ചും മാങ്ങയും നാട്ടുകാരക്കാരുടെ സ്പെഷ്യലല്ലേ ഉണക്കക്കൊഞ്ചും മാങ്ങയും. അപ്പം ഞാൻ പുളിക്ക് വേണ്ടി ഒരു തക്കാളി ചേർത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം മാങ്ങയാണ് തോനെ ഇട്ടത്. പിന്നെ ഞങ്ങൾ പായസം കുടിക്കാനായിട്ടിരുന്നു. ഞങ്ങളുടെ കൂടെ ആദിയുണ്ട്. ആദി പോയിട്ടില്ല, പായസം കുടിച്ചിട്ടേ അവൻ പോകത്തുള്ളൂ. അവനിപ്പോഴൊന്നും പോകത്തില്ല. അപ്പോൾ അവൻ ഈ ചൂണ്ടി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോൺ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട് വീഡിയോ പിടിക്കാനായിട്ട്. അപ്പോൾ അവൻ അതാണ് ചൂണ്ടി കാണിക്കുന്നുണ്ട്. പ്രാർത്ഥനയും വിളിക്കുന്നു, അത് കാണിക്കുക. സത്യം പറഞ്ഞാൽ ഈ ഒരു പായസം വെന്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. നമുക്കൊരുമാതിരി ചെടിക്കുന്ന രീതിയിലുള്ള മധുരമായിരുന്നു. ഞാനതുകൊണ്ട് തോനെ ഇത് കുടിച്ചതൊന്നുമില്ല. ഞാൻ അവനും ഒരു കൊടുത്തു, പിന്നെ പാർത്തനും ബാക്കി കൊടുത്തേത്. എനിക്ക് അങ്ങ് ചെടിക്കുമായിരുന്നു. പക്ഷെ ഞാൻ പൊതുവെ മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എന്തോ എനിക്ക് ഈ മധുരം അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ മുറ്റത്തിറങ്ങി, മുറ്റമൊക്കെ തൂക്കണം, അടിച്ചു വാരണമായിരുന്നു. അപ്പം ആദ്യം ഞങ്ങളുടെ കൂടെ വന്ന് അവൻ അവിടെ വന്ന് സ്റ്റക്കായി നിൽക്കുക. എന്ത് കണ്ടിട്ടാണെന്നറിയാമോ? പുളി. അവനിവിടെ വരുന്നത് മെയിനായിട്ട് വരുന്നത് ഈ പുളി പിച്ചാനാണ്. ഈ പുളി പിച്ചി തീറ്റിയാണ് അവൻ്റെ പരിപാടി. അപ്പം പിള്ളേരല്ലേ, അവർക്ക് പുളിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവനവിടെ നിന്ന് പുളി പിച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ. ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണേ കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, താങ്ക് യു.